അങ്ങനെ 2 കേവ്സ് കണ്ടു കഴിഞ്ഞു. ഒന്ന് ടൈഗറിൻ്റെ, പിന്നെ ഒന്ന് പാന്തറിൻ്റെ. ഇനിയുണ്ട് കേവ്സ്, തീർന്നിട്ടില്ല. ഇനി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടേ പോർക്യുപൈൻ നമ്പർ 3 കേവ്, മുള്ളംപന്നിയുടെ. ദൈവമേ, അവിടെ എത്ര പൊക്കം ഉണ്ടാവും കേവിന്? മുള്ളംപന്നി ഇത്രയേ ഉള്ളൂ. അവനകത്ത് കയറുന്ന കേവ് എന്ന് പറയുമ്പോൾ ചെറുതായിരിക്കും. 4 ബാറ്റ്സ് വവ്വാല് തൂങ്ങി കിടക്കുന്നത്. ഫ്ലൈയിങ് ഫോക്സ്, അവനും കേവ് ഉണ്ടായിരുന്നു, ഗുഹ. ഏപ്പിനും, അതായത് കേവിലേക്ക് കയറാൻ പോകുന്ന ചെറിയ ഗുഹയാണ്. നോക്കാം. അതെ, ഇതാണ് മുള്ളംപന്നിയുടെ വാസസ്ഥലം. അയ്യോ, പോർക്കപ്പൈൻ താമസിക്കുന്ന സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇപ്പം പോർക്കപ്പൈനകത്തുണ്ടെന്ന് വിചാരിക്കരുത്. ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. അവൻ്റെ മുള്ള് കയറി കൊള്ളും നമ്മളുടെ ദേഹത്ത്. പോർക്കപ്പൈനെ ഇത്രയും കുഞ്ഞു കയറേണ്ട ഗുഹയിലാണോ നീ താമസിക്കേണ്ടത്? അയ്യോ, അവനെ കുറ്റം പറയാറില്ല. അവൻ ഇത്ര പൊക്കമല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ 5 അടി 5.5 അടിയൊക്കെ ഇട്ട് കയറിയാലെങ്കിലും ഇനി കുഞ്ഞേ പോകാൻ പറ്റുള്ളൂ. കൂടുതൽ അന്ധകാരം. അയ്യോ, എൻ്റെ ചെയ്തു. എൻ്റെ ദൈവമേ, ഞാൻ പോർക്കപ്പൈനാകേണ്ടി വരും ഇതിനകത്ത് കൂടി ജീവിച്ച് പോകണമെങ്കിൽ. അയ്യോ, ഇത് ഭയങ്കര പ്രശ്നം. എന്ത് കണ്ടീഷനായി നോക്കൂ. അയ്യോ, കുഞ്ഞ് നടുപോയി. എൻ്റെ അമ്മ. അയ്യോ, പോർക്കപ്പൈൻ്റെ കൂട്ടിനകത്ത് കയറി മതിയായി. പോർക്കപ്പൈൻ കേവിൻ്റെ വിശേഷം കണ്ടല്ലോ ഈ ഗുഹ. ഇനി പുറത്തേക്കുള്ള എക്സിറ്റ്. മനസ്സിലാവുന്നില്ല. ഗുഹയ്ക്കകത്ത് അല്ലെങ്കിൽ ഇരുട്ടാണ്. ഇതാണ് ഇനി ഏറ്റവും കഷ്ടപ്പെടാൻ പോണ ഗുഹ. ബാറ്റ്സ് കേവ്. എൻ്റെ അമ്മേ, വവ്വാലിൻ്റെ ഗുഹ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് തീരെ ചെറുതാണ്. അയ്യോ,
എല്ലാ പാവവും തീരും ഇവിടെ ഒന്ന് കയറി ഇറങ്ങിയാൽ. ഇതുവരെ അയ്യോ എൻ്റെ അമ്മേ, ഞാൻ ഇരുന്ന് നിഴങ്ങി കിടന്നു. ഇനി എന്താ ഇനി ഇതാ അയ്യോ എനിക്ക് വയ്യ, താഴോട്ട് പോണ വഴി. അയ്യോ മനസ്സിലായല്ലോ എൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന്. അയ്യോ ഇത് തന്നെയാണ് അവസ്ഥ. ഇനി ഇതിന് കയറാനിരിക്കുന്നു. ഓക്കെ. അയ്യോ ഇവിടെയാണ് ബാറ്റ്സ് ജീവിച്ചിരുന്നത്. കൊള്ളാലോ. ഇവരെവിടെയാണ് തൂങ്ങി കിടന്നേ? ഈ ഇടുക്കിനകത്തോ? അയ്യോ തല കൊണ്ട് തലയിടിച്ചു. അയ്യോ അയ്യോ അയ്യോ. തലയിടിച്ചേ. തല നോക്കാൻ ഒരു അല്പം സ്ഥലം കിട്ടിയിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ കുഞ്ഞ് ബെൻഡായി. അയ്യോ അപ്പോൾ പുഷപ്സ് ഒക്കെ എടുത്ത് വരുവാണേ. അയ്യോ ഇപ്പോൾ വീണ്ടും തല പോയി. ഇത്രയും നേരം ഇങ്ങനെ 4 കാലിൽ എഴഞ്ഞാണ് വന്നത്. എങ്ങനെ ഈ കേവ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു. തലയിടിച്ച് കാലിടിച്ച് റെഡിയായി വേർത്തൊലിച്ചു. ആവോ ഏകദേശം എല്ലാ കേവുമായി. ഇനി ഒരൊറ്റ കേവേ ഉള്ളൂ ബാക്കി. അവിടെ കാണുന്ന ഫ്ലൈയിങ് ഫോക്സിൻ്റെ കേവ് മതിയായി. ഇനി വേണ്ട, ഇതുപോലെയൊക്കെ തന്നെ എന്തായാലും ബാറ്റിൻ്റെ കേവിൻ്റെ അത്രയും കഷ്ടമാവില്ല. ഏറ്റവും പാട് അവിടെ ആയിരുന്നു. പ്രാക്ടിക്കലി ഇഴഞ്ഞാണ് വന്നത്. ഇപ്പോൾ കുറച്ച് ഫ്രഷ് എയറെല്ലാം കിട്ടി. ഇനി നമ്മൾക്ക് നമ്മുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. എന്തായാലും നൈനിറ്റാളിൻ്റെ വിശേഷങ്ങളൊന്നും തീരുന്നില്ല. ഞാൻ മുന്നോട്ട് തന്നെ പോവാണ്. പക്ഷെ നമ്മൾ തമ്മിൽ നാളെ കാണുള്ളൂ. അതുവരെ